ഹായ് എല്ലാവർക്കും കാലിക്സ് ഇൻഫോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കെട്ടിട നികുതി അടയ്ക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. കെട്ടിട നികുതി അടയ്ക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 എന്ന് നിങ്ങൾക്കറിയാമോ? ഇതുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് കെട്ടിട നികുതി അടയ്ക്കാനുള്ള അവസാന തീയതി മാർച്ച് 31 എന്നല്ലേ? എന്നാൽ അങ്ങനെയല്ല. സെപ്റ്റംബർ 30 ശേഷം നമ്മൾ അടയ്ക്കുന്ന തുക പിഴയോട് കൂടിയ പൈസയാണ് നമ്മൾ അടവാക്കുന്നത്. കെട്ടിട നികുതി എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ ഒന്നാണ്. ഇത് 2 ഗഡുക്കളായാണ് അടവാക്കേണ്ടത്. സെപ്റ്റംബർ 30 ആദ്യത്തെ ഗഡു അടയ്ക്കാനുള്ള അവസാന തീയതി. അതായത് ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 30 വരെയും ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെ രണ്ടാമത്തെ ഗഡു അടയ്ക്കാനുള്ള സമയവുമാണ്. സെപ്റ്റംബറിന് ശേഷം നമ്മൾ അടയ്ക്കുന്ന തുക ഫൈനോട് കൂടിയ തുകയാണ്. കെട്ടിട നികുതി റെസിപ്റ്റിൽ പലപ്പോഴും ഫൈന് കാണുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് ഫൈൻ കാണിച്ചിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ഫൈൻ, മാർച്ച് 31 അവസാന തീയതി എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ ചിലരിത് ശ്രദ്ധിക്കാറേ ഇല്ല. ഫൈൻ അടക്കമുള്ള തുക അതാണ് നമ്മുടെ കെട്ടിട നികുതി എമൗണ്ട് എന്ന് വിചാരിച്ച് ഇരിക്കാറുണ്ട്. സെപ്റ്റംബർ 30 ശേഷം ഓരോ മാസവും ഫൈൻ കൂടും. അപ്പോൾ സെപ്റ്റംബർ 30 അടവാക്കുകയാണെങ്കിൽ മാത്രമാണ് ഫൈൻ ഇല്ലാതെ അടവാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ചില സമയങ്ങളിൽ സർക്കാർ ഉത്തരവ് പ്രകാരം കെട്ടിട നികുതിയുടെ ഫൈൻ ഒഴിവാക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മളത് അറിയാറില്ല. ഫൈൻ ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ പഞ്ചായത്തിലൊന്നും പോയി കെട്ടിട നികുതി അടവാക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും സെപ്റ്റംബർ 30 തന്നെ കെട്ടിട നികുതി അടവാക്കാൻ ശ്രദ്ധിക്കുക. കെട്ടിട നികുതി അടവാക്കാൻ പഞ്ചായത്തിലൊന്നും പോയി ക്യൂ നിൽക്കേണ്ടതില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് കെ-സ്മാർട്ട് വഴി കെട്ടിട നികുതി അടവാക്കാം. അതിൻ്റെ വീഡിയോ മുന്നേ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് കണ്ട് അതുപോലെ കെട്ടിട നികുതി അടവാക്കിയാൽ മതി. ഓർമ്മിക്കുക, കെട്ടിട നികുതി പെൻഡിങ് ആയി കിടന്നാൽ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് പെട്ടെന്നൊരു സേവനം ആവശ്യമായി വന്നാൽ അതിന് ചെറിയ തടസ്സമൊക്കെ വരും. കെട്ടിട നികുതി അടവാക്കുകയാണെങ്കിൽ യാതൊരു തടസ്സവുമില്ലാതെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് സേവനങ്ങൾ പെട്ടെന്ന് ലഭിക്കും.